അധികമാരും അറിയാത്ത ഒരു ചെറിയ സംഭവ കഥയുമായാണ് ജെ.ഡി. വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 1912 നടന്ന ഒരു ടൈറ്റാനിക് കപ്പൽ ദുരന്തം ഒരു സിനിമയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ജാക്കിനെയും റോസിനെയും നാം ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവരുടെ പ്രണയം യുവ മനസ്സുകളിൽ മറക്കാത്ത ഒരു അനുഭവമായി. ടൈറ്റാനിക് കപ്പലിലെ ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയത്തെ മിഴിവെട്ടാതെ നോക്കി നിന്ന യാത്രക്കാരെ പോലെ വയലറ്റ് ജസ്പും നോക്കി നിന്നുപോയി. ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്ന വയലറ്റ് ജസ്പ് ആരായിരുന്നു എന്നല്ലേ പറയാം. 24-ാം വയസ്സിൽ നേഴ്സായി ടൈറ്റാനിക് കപ്പലിൽ സേവനം ചെയ്തിരുന്ന ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു മാലാഖയാണ് വയലറ്റ് ജസ്പ്. ടൈറ്റാനിക് കപ്പൽ അതാ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയം. കപ്പൽ ഒരു മഞ്ഞുമലയിൽ തട്ടി ആടിയുലയുകയാണ്. കടലിൽ നിന്ന് വെള്ളം കപ്പലിലേക്ക് ചെറുതായി കയറുന്നുണ്ട്. ഉദ്യോഗസ്ഥർ കപ്പലിലെ എല്ലാ ഡോറുകളും അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാൽ ചെറുതായി വെള്ളം കപ്പലിലേക്ക് കയറി വരുന്നുണ്ട്. ഒരു രോഗിയെ കപ്പലിൽ പരിചരിക്കുന്നതിൻ്റെ ഇടയിൽ വയലറ്റ് ജസ്പ് ഇതെല്ലാം അറിയുന്നുണ്ട്. മുൻവർഷത്തെ ഒളിമ്പിക് കപ്പൽ അപകടം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ രക്ഷാകരങ്ങൾ അന്നവളെ രക്ഷിച്ചു. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കാം അത്. കപ്പലിൽ വളരെയധികം വെള്ളം കയറിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി രക്ഷാബോട്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭാഷ അറിയാത്തവരെയും അവശരായവരെയും സ്ത്രീകളെയും കുട്ടികളെയും രക്ഷാബോട്ടുകളിൽ കയറ്റി അവരെ സഹായിക്കുകയായിരുന്നു നമ്മുടെ വയലറ്റ് ജസ്പ് ചെയ്തിരുന്നത്. എന്നാൽ അവസാനമായപ്പോഴേക്കും കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വയലറ്റ് ജസ്പിനോട് രക്ഷാബോട്ടിൽ കയറാൻ നിർബന്ധിച്ചിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് വയലറ്റ് ജസ്പ് ബോട്ടിൽ കയറിയത്. ആ ഉദ്യോഗസ്ഥൻ ഒരു പിഞ്ചു കുഞ്ഞിനെ വയലറ്റ് ജസ്പിനെ ഏൽപ്പിച്ചു. തണുത്ത് വിറയ്ക്കുന്ന ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വയലറ്റ് ജസ്പ് രക്ഷാബോട്ടിൽ യാത്ര ആരംഭിച്ചു. കർത്താപ്യ എന്ന കപ്പൽ രക്ഷാബോട്ടിനരികെ എത്തുകയും രക്ഷാബോട്ടിലുള്ള യാത്രക്കാർ കർത്താപ്യ കപ്പലിലേക്ക് കയറുകയും ചെയ്തു. ന്യൂയോർക്ക് തുറമുഖമെത്തിയപ്പോൾ ഒരു അമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ വയലറ്റ് ജസ്പിൻ്റെ അടുത്തേക്ക് ഓടി വരികയും ആ കുഞ്ഞിനെ പറിച്ചെടുത്ത് ഓടിപ്പോവുകയും ചെയ്തു. ഒരു നന്ദി വാക്ക് പോലും വയലറ്റ് ജസ്പിനോട് ആ സ്ത്രീ പറഞ്ഞില്ല. എന്നാലും വർഷങ്ങൾ കടന്നുപോയി. വയലറ്റ് ജസ്പ് തൻ്റെ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ചു. പ്രായമായി. അങ്ങനെ ഒരു സായാഹ്ന സമയത്ത് ഒരു ഫോൺ ബെല്ലടിക്കുന്നു. വയലറ്റ് ജസ്പിൻ ഫോൺ ബെല്ലടിക്കുകയാണ്. ഹലോ. മറുവശത്ത് നിന്ന് ഇത് ഞാനാണ്, അസദ് തോമസ്. ഓർമ്മയുണ്ടോ ഒരു പിഞ്ചു കുഞ്ഞിനെ ടൈറ്റാനിക് കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്? ആ കുഞ്ഞ് ഞാനാണ്. വയലറ്റ് ജസ്പ് അല്പനേരം നിശ്ചലമായി നിന്നുപോയി. കാരണം വയലറ്റ് ജസ്പ് രക്ഷപ്പെടുത്തിയ ആ കുഞ്ഞ് ഹൃദയസ്തംഭനം മൂലം മരിച്ചു പോയിരിക്കുന്നുവെന്ന് വാർത്ത കേട്ടിരുന്നു. ഹലോ അവൾ വീണ്ടും വിളിച്ചു. ഫോൺ കട്ടായിരുന്നു. ഇപ്പോൾ വിളിച്ച അസദ് തോമസ് മരിച്ചിരുന്നില്ലേ അന്ന്? വയലറ്റ് ജസ്പിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു. അവളുടെ മരണശേഷവും ആ ഫോൺ കോൾ ആരുടേതായിരുന്നു എന്നതിന് ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല.